നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 23, 2024 ഫുട്ബോൾ അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, കുറച്ച് ദിവസത്തെ അന്താരാഷ്ട്ര ബ്രേക്കിന് ശേഷം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ പൂർത്തിയായ ശേഷം 2 മത്സരങ്ങൾ വീതമാണ് മിക്ക രാജ്യങ്ങളുടെ ദേശീയ ടീമുകൾക്കും ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇന്നലെ വീണ്ടും ക്ലബ്ബ് ഫുട്ബോളിൽ പന്ത് ഉരുണ്ടു തുടങ്ങി. നമുക്കറിയാം, ഇന്നലെ ആദ്യം നടന്ന മത്സരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ക്ലബ്ബായിരുന്നു, സൗദി പ്രോ ലീഗിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ റൊണാൾഡോ ഒരു ഗോൾ അടിച്ചു, പക്ഷേ അൽ നാസർ തോറ്റു. ഈ സീസണിലെ അൽ നാസറിൻ്റെ ആദ്യ പരാജയമായിരുന്നു അത്. ലീഗിൽ അവർ ഇപ്പോൾ 4ാം സ്ഥാനത്താണ്. അതേസമയം റൊണാൾഡോ അതിവേഗം 1000 ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ഇന്നലത്തെ ഗോളുകളോടെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം 911 ആയിട്ടുണ്ട്. അതേസമയം മറ്റൊരു സൂപ്പർ താരമായ ലയണൽ മെസ്സിക്ക് ഇനി ഏതാനും ആഴ്ചകളിൽ കളി ഒന്നും ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ടീമായിരുന്ന ഇൻ്റർ മിയാമി MLS സോക്കറിൻ്റെ നോക്കൗട്ട് റൗണ്ടിൽ ആദ്യ മത്സരത്തിൽ തന്നെ പുറത്തായി. പിന്നെ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണികളും പ്രേക്ഷകരും ഒക്കെയുള്ള ഫുട്ബോൾ ലീഗായ പ്രീമിയർ ലീഗിൽ ഇന്ന് മത്സരങ്ങളുണ്ട്. പ്രമുഖ ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസിയ, ആർസനൽ, ടോട്ടൻഹാം യുണൈറ്റഡ്, അസ്റ്റൺ വില്ല തുടങ്ങിയവർക്കൊക്കെ ഇന്ന് മത്സരങ്ങളുണ്ട്. ആദ്യ മത്സരത്തിൽ ചെൽസിയ ലീസസ്റ്റർ സിറ്റിയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ആർസനൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും നേരിടും. ചെൽസിയ ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ്, ലീഗിൽ 3ാം സ്ഥാനത്താണ്. അവരുടെ കോൾ പാൾമർ എന്ന 22കാരനൊക്കെ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ പെഡ്രോ ഒക്കെ ഇപ്പോൾ പോർച്ചുഗലിന് വേണ്ടി ഗോൾ നേടിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ എൻസോ ഫെർണാണ്ടസൊക്കെ തകർപ്പൻ ഫോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ചെൽസി മികച്ച മാർജിനിൽ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു മത്സരം ആർസനലും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ ആർസനലിൻ്റെ മൈതാനത്താണ്. ആർസനലിൽ പരിക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആർസനൽ തന്നെയാവും ജയിക്കുക. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ലീഗിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. മറ്റൊരു മത്സരത്തിൽ ഇന്ന് ആസ്റ്റൺ വില്ല ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിലെ 1ാം നമ്പർ ഗോളി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അർജൻറ്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ആസ്റ്റൺ വില്ല ടീം. പക്ഷേ കുറച്ച് ദിവസമായി അവർ ഫോമിലല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ള തുടർച്ചയായി മത്സരങ്ങൾ തോറ്റ് ലീഗിൽ 9ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ശക്തരായ ബ്രൈറ്റൺ FC-ക്കും ഇന്ന് കളിയുണ്ട്. ബ്രൈറ്റൺ FC നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി നടക്കുന്ന ഗ്ലാമർ പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടൻഹാമും തമ്മിലാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് വെച്ചാണ് കളി. നമുക്കറിയാം, കഴിഞ്ഞ മാസം 31-ാം തീയതി ടോട്ടൻഹാം കറബാവോ കപ്പിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റി 3 മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു. അങ്ങനെ 4 മത്സരങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ട ശേഷമാണ് ഇന്ന് വീണ്ടും അവർ കണ്ടുമുട്ടുന്നത്. നമുക്കറിയാം, സിറ്റിക്ക് ഇപ്പോഴും പരിക്കിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ റോഡ്രി ഇല്ല. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കെവിൻ ഡിബ്രൂയിൻ കളിക്കുമോ എന്നറിയില്ല. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇന്നലെ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി കളിച്ച കൊവാസിക്കിനും പരിക്കുപറ്റി പുറത്താണ്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പെപ് ഗാർഡിയോള ഇന്ന് എങ്ങനെ ടീമിനെ ഒരുക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിൻ്റെ റിസൾട്ടും എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇന്ന് രാത്രി വൈകിട്ട് ലാലിഗയിലും കളിയുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട് മത്സരങ്ങളുണ്ട്. അതുപോലെ സാക്ഷാൽ ബാർസലോണക്കുണ്ട്. ബാഴ്സലോണയ്ക്ക് വേണ്ടി നമുക്കറിയാം,
ലാമിൻ യമാൽ ഈ അന്താരാഷ്ട്ര ബ്രേക്കിൽ രാജ്യമായ സ്പെയിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കറായ ലെവൻഡോസ്കി പോളണ്ടിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലെവൻഡോസ്കി ഇറങ്ങാത്തത് കൊണ്ട് തന്നെ പോളണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് റെലിഗേറ്റഡ് ആവുകയും ചെയ്തു. അവരൊക്കെ ഇന്ന് കളിക്കുമോ എന്ന് അറിയില്ല. ഏതായാലും രാത്രി കാണാം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഫുട്ബോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.